ഉവൈസുൽ ഖർണി എന്ന കർണി എന്ന നാട്ടിലുള്ള ഒരു മനുഷ്യനാണ്. ഉവൈസുൽ ഖർണിയെ പറ്റി അള്ളാന്റെ റസൂൽ താബിഈകളിൽപ്പെട്ട പ്രഗൽഭനാണ്, നേതാവാണ്, സഹാബിയായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ കൂടെ കുറെ ഉണ്ടായിട്ടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമർ ഖത്താബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉവൈസുൽ ഖർണി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, കർണിലെ ഉവൈസ്. ആ ഉവൈസുൽ ഖർണിയെ നിങ്ങൾ കണ്ടാൽ ഉമറേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഉവൈസുൽ ഖർണിയോട് പറഞ്ഞോളിട്ടു. ആരാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂൽ ആരെ ഏൽപ്പിക്കുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറിനോട് പറയാൻ, ഉവൈസുൽ ഖർണിയോട് കണ്ടാ പറ ഉമറേ, എല്ലാം പുറത്തു വരാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വഹിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അങ്ങനെ കർണ് ഭാഗത്ത് നിന്ന് ആളുകൾ വന്നാൽ ഉമർ ഖത്താബ് ചോദിക്കും, ഇതിൽ ഉവൈസ് ഉണ്ടോ? ഇല്ല. ഇതിൽ ഉവൈസ് ഉണ്ടോ? ഇല്ല. ഒരിക്കൽ ഇതുപോലെ ചോദിച്ചപ്പോൾ അതെ ഞാനാണ് ഉവൈസ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മല്ലേ? ഉണ്ട്. രോഗിയായി കിടക്കുന്ന? അതെ. നിങ്ങൾക്ക് പിന്നെ മുമ്പ് വലിയ വെള്ളപ്പാണ്ട് ഉണ്ടാവുകയും പിന്നീട് ഒരു ദിർഹമിന്റെ വലുപ്പത്തിൽ മാത്രം അവശേഷിച്ച് ബാക്കിയൊക്കെയും അള്ളാഹു മാറ്റിത്തന്ന ആ ഉവൈസുൽ ഖർണിയല്ലേ നിങ്ങളെന്ന് ചോദിച്ചു. ഉവൈസുൽ ഖർണി പറഞ്ഞു, അതെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമർ ഖത്താബ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉവൈസുൽ ഖർണിക്ക് ഈ ദറജ കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മനുഷ്യനാണ് ഇയാൾ, സഹാബിയാകേണ്ട മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മാനെ ശുശ്രൂഷിച്ച് വീട്ടിലിരുന്ന് ഉമ്മാന്റെ തൃപ്തി വാങ്ങി നന്മ നേടിയിട്ട് അള്ളാഹു നൽകിയ ഒരു ദറജയായിരുന്നു അദ്ദേഹത്തിന്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്?